ഹലോ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കണം കേട്ടോ. വെയിൽ ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ ബാംഗ്ലൂർ. അപ്പോൾ ഞാൻ പോയി വന്നതിന് ശേഷം നമ്മൾ ചെടികളുടെ സെക്ഷനിലേക്ക് ഒരു പണിയും എടുക്കാനായിട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ. കണ്ടാൽ ഭയങ്കര വിഷമമായി പോവും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുന്നതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത്, ഒന്ന് ശരത്തേട്ടൻ തനിച്ചായി പോവും. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഇത്രയും ചെടികളുണ്ട്, 200-300 ചെടികൾക്ക് മേലെ ചെടികൾ വളർത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൽ കേടുപാട് വരിക അല്ലെങ്കിൽ നശിച്ചു പോകുക എന്ന് പറയുന്നത് എന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. പക്ഷേ ഇത്തവണത്തെ ചൂട് ഭയങ്കര കൂടുതലാണ്. 10-25 വർഷത്തിന് ശേഷം ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ചൂടാണ് ഇവിടെ ബാംഗ്ലൂർ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ചെറിയ ചൂട്, അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതിനേക്കാളും കൂടുതൽ ആയി വരികയാണ് ഓരോ വർഷം കഴിയും തോറും. നാട്ടിലും പൊതുവെ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ക്ലൈമറ്റിന് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, നമുക്കത് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം നശിച്ചു പോകാന്ന് പറയുമ്പോൾ, അതും ഇത്രയും കെയർ കൊടുത്ത് സമയം കൊടുത്ത് ഞാൻ എൻ്റെ ഒരു ദിവസത്തിലൊരു 2-3 മണിക്കൂർ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുന്ന ഒരാളാണ്. ഇങ്ങനെ നശിച്ചു പോകാന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാത്തത്. 3 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ട് 1 മാസം അടുപ്പിച്ച് കേരളത്തിൽ ഞാൻ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ശരത്തേൻ്റെ കൂടെ ഒരു വീക്കിലേക്ക് പോവും, തിരിച്ചു വരും, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഇന്ന് വരെ ഉണ്ടായിരുന്നുള്ളൂ കൊറോണയ്ക്ക് ശേഷം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം വന്നപ്പോൾ വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു കേട്ടോ. ചെടികൾ കണ്ടാൽ സഹിക്കില്ല, ഭയങ്കര വിഷമമായി പോവും. ഞാൻ കാണിച്ചു തരാം. കുറേ ചെടികൾ നശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റോസ്, ഈ കണ്ണാടി ചെടി പോലെയുള്ള ചെടികളൊക്കെ ഒത്തിരി നശിച്ചു പോയി കേട്ടോ. എനിക്കതിനകത്ത് ഒന്നും ചെയ്യാനായിട്ട് ഇനി ഇല്ല. ലിറ്ററലി പറയുകയാണെങ്കിൽ ചെടികളൊക്കെ കരിഞ്ഞ് ഡ്രൈ ആയി ഉണങ്ങി പോയിട്ടുണ്ട്. കണ്ടാൽ ഭയങ്കര വിഷമം തോന്നി. ഇനിയിപ്പോൾ എന്താ അതിന് അടുത്തൊരു സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് റീപോർട്ട് ചെയ്ത് നോക്കാം. കുറച്ച് ചെടികളൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും നല്ല ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് റീപോർട്ട് ചെയ്ത് നോക്കണം എന്നുണ്ട്. അതും ഈ വേനലിൽ അത് സർവൈവ് ചെയ്ത് പുതിയ ചെടിയായി കിളിർത്ത് വരുമോ എന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പില്ല. എന്നാലും എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. ഇവിടെയാണെങ്കിൽ 5 മണിയായാലും 6 മണിയായാലും വെയിൽ പോവില്ല. വെയിൽ പോയിട്ട് ഇതൊന്നും ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. കാലത്ത് ഒട്ടും നടക്കില്ല. രാവിലെ 6-7 മണിയാകുമ്പോഴേക്കും വെയിൽ ഉദിച്ചു പൊങ്ങി വരും. പിന്നെ അതിഭയങ്കരമായിട്ടുള്ള ചൂടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വൈകുന്നേരമാണ് പിന്നെയും ഒരു ആശ്വാസം. നമുക്ക് കാലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ വൈകിട്ട്, എന്നാലും ചൂട് തന്നെ. അങ്ങനെ കാര്യമായിട്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് ഭയങ്കരമായിട്ട് എന്തോ വെൽഡ് ചെയ്യുന്ന സൗണ്ട് കേട്ടത്. ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നിർത്തിയതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇപ്പം തന്നെ ഒരു 2 മിനിറ്റ് നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേക്കും വേർത്ത് ഒലിക്കാൻ തുടങ്ങും. അപ്പോൾ മേലെ പോയിട്ടുള്ള അവസ്ഥ എന്താണെന്ന് പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാലും നമുക്ക് പോയി നോക്കാം. കുറേശ്ശെയായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ കുളിയും ജപമൊക്കെ കഴിഞ്ഞതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിപ്പോൾ ഡെയിലി ഇപ്പോൾ വേർക്കണതിനനുസരിച്ച് 2 നേരം 3 നേരം ഒക്കെ മേല് കഴുകണം. തല ഞാൻ അധികം കുളിക്കില്ല കേട്ടോ. ഇവിടുത്തെ വെള്ളം അത്ര ചൂവല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തലമുടിയൊക്കെ നന്നായിട്ട് നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തല 2 ദിവസം, 1.5 അടം, അതായത് ഇന്ന് കുളിച്ചാൽ നാളെ കുളിക്കില്ല, അടുത്ത ദിവസം, അങ്ങനെയാണ് തല കഴുകുന്നത് കേട്ടോ. അപ്പം മേല് കഴുകൽ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. 2 നേരം 3 നേരം ഒക്കെ നടക്കും. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ഒരു കുളി ഉണ്ടാവുന്നതാണ്. അപ്പോൾ പിന്നെ കുറച്ച് വേർത്താലും കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. വേർക്കാണ്ടിരിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ നമുക്ക് മേലെ പോയിട്ട് ചെടികളൊക്കെ ഒന്ന് കണ്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് പോയി വന്നപ്പോഴത്തേക്കും ചെടികൾക്ക് സംഭവിച്ചുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൂടാണ്ട് ശത്രുക്കളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെടി വളർത്തലിന് നമുക്ക് ശത്രുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും നമുക്ക് മേലെ പോയിട്ട് നോക്കാം കേട്ടോ നമ്മുടെ ചെടികളുടെ അവസ്ഥ എന്താണെന്ന്. എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഞാനിങ്ങനെ ഹാങ്ങിങ് പോട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ, ഈ ഒരു ഭാഗത്ത് കണ്ടോ ഡ്രൈ ആയി പോയിട്ടുണ്ട്. ഇവിടെയും ഡ്രൈ ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ കരിഞ്ഞു ഉണങ്ങിയ അവസ്ഥയാണ് കേട്ടോ കുറേ ചെടികൾ.
കയറി വരുമ്പോൾ ഈ ചെമ്പരത്തി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇന്ന് വിരിഞ്ഞ ചെമ്പരത്തിയുടെ കളറ് കാലത്ത് വിരിഞ്ഞ് ഉച്ച തിരിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആവണമെങ്കിൽ എല്ലാ ദിവസവും വെയിൽ കൊള്ളുന്ന ചെടികളുടെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ലല്ലോ. എല്ലാം നോക്കിക്കേ, ഇത് കണ്ണാടി ചെടിയാണ്, എത്ര ഭംഗിയിൽ നിൽക്കുന്ന ചെടിയാണെന്ന് അറിയാം. എല്ലാം നശിച്ചു, കളറെല്ലാം പോയി, കുറേ ഒടിഞ്ഞു കിടപ്പുണ്ട്, കുറേ കരിഞ്ഞു നിൽപ്പുണ്ട്. എനിക്കറിയില്ല ഇനി ഇവരെയൊക്കെ എങ്ങനെ ഞാൻ ജീവൻ വെപ്പിച്ചെടുക്കും എന്നുള്ളത്. ഈ ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇന്ന് പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ. കാരണം അത്രയും ചെടികൾ കേട് വന്നിട്ടുണ്ട്. സഹിക്കില്ല കണ്ടിട്ടുണ്ടെങ്കിൽ. എനിക്ക് ആദ്യത്തെ ദിവസം വന്ന് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ നെഞ്ചത്ത് എനിക്ക് എന്തൊരു ഭാരം കയറ്റി വെച്ച ഫീലായിരുന്നു കേട്ടോ. കാരണം ഞാൻ എൻ്റെ മക്കളെ പോലെ നോക്കുന്നതാണ് ചെടികളെ. ഒരു പക്ഷേ എൻ്റെ മക്കളും ഇതും ഒരുപോലെ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കെയർ കൊടുത്ത് ഞാൻ നോക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും ഞാൻ എന്തുമാത്രം ചെടികളെ നോക്കി സംരക്ഷിക്കുന്ന ഒരാളാണെന്ന്. ഇത് നോക്കിയ റോസാണ് ഏറ്റവും കൂടുതൽ നശിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ 1-2 റോസ് മാത്രമേ ഉള്ളൂ. അതും ഇനി പൂക്കുമോ എന്ന് പോലെ എനിക്കറിയില്ല. ഓൾമോസ്റ്റ് എല്ലാ റോസുകളും കേടായിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് പണ്ടത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും എന്തുമാത്രം റോസപ്പൂ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു എന്ന്. എല്ലാം ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ. ഇപ്പം ഇത് നിൽക്കുന്ന നിൽപ്പ് കണ്ടിരുന്നെങ്കിൽ നെഞ്ച് പൊട്ടിപ്പോവും. അതുപോലെയായിരുന്നു നിൽക്കണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ. ഇന്നലെ പഠിച്ചു വരുന്ന സമയത്ത് നമ്മളെല്ലാം കട്ട് ചെയ്യല്ലോ, അങ്ങനെ കുറച്ച് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇനിയും ഉണ്ട് കട്ടിങ്ങിനൊക്കെ. തുളസി ചെടി ആവട്ടെ, ഏത് ചെടി വേണമെങ്കിലും എടുത്താലും എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ കേട് കാണും. ഇല പൊഴിഞ്ഞിട്ടാണെങ്കിലും കരിഞ്ഞിട്ടാണെങ്കിലും കേട് വന്നിട്ടാണെങ്കിലും ബഗ്സിൻ്റെ ശല്യം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാണെങ്കിലും ഞാൻ ചെയ്യാനുള്ള ഡ്യൂട്ടി ഞാൻ ചെയ്യാൻ പോവാണ്. അവർ രക്ഷപ്പെടണമെങ്കിൽ അവർ രക്ഷപ്പെടട്ടെ. നമ്മുടെ ചെടികളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഒരുവിധപ്പെട്ട ചെടികളൊക്കെ കേട് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ കേട് വന്നിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് ശരിക്കിപ്പോൾ നമ്മൾ ചൂട് കൂടുന്ന സമയത്ത് ഈ ചെടികൾക്കൊരു വാട്ടം വരും എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പം ഞാൻ ഈ ഒരു മാസം ഇവിടെ ഇല്ലാണ്ടിരുന്നു. ഇതിൻ്റെ മെഡിസിൻസും ഇതിന് കറക്റ്റായിട്ടുള്ള നേരത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാനൊന്നും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് വെള്ളം ഒഴിക്കാൻ നമ്മൾ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം ഈ ചെടികൾക്ക് കിട്ടിയിട്ടില്ല. ചൂട് കൂടുമ്പോൾ ഞാൻ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ വെച്ച് വെയിലിനനുസരിച്ച് നമ്മളിതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. അതൊന്നും ഈ ഒരൊറ്റ 1-1.5 മാസമായിട്ട് ഇതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഈ കാണുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണാടി ചെടികളെയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കുഴിച്ചിട്ട് നോക്കാം. ഇതിൻ്റെ തണ്ടൊടിച്ച് നല്ല തണ്ടുകൾ കുറേ കേടാണ്. ഇവിടെയൊക്കെ നിറച്ച് ബഗ്സിൻ്റെയൊക്കെ മുട്ടകളും ബഗ്സൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ നീറ്റാക്കണതിൻ്റെ ഇടയിൽ കുറച്ച് ചെടിയൊക്കെ ഞാൻ ഡ്രൈ ആയി പോയതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വേറെ റീപോർട്ട് ചെയ്യേണ്ട കാരണം കൊണ്ട് ഞാൻ ചെയ്തില്ല എന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കട്ടിങ് ഒക്കെ ഞാൻ ചെയ്തായിരുന്നു കേട്ടോ. കാരണം ഇവിടെ അടിച്ചു വരാനായിട്ടുള്ള കൊച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് റോസൊക്കെ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. റോസ് മുഴുവൻ പോയി എന്ന് വേണം പറയാനായിട്ട്. റോസായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ പൂവായിട്ട് പുഷ്പിച്ച് നിന്നിരുന്നത്. അത് പോയി കിട്ടി. ചെമ്പരത്തിക്കാണെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണെങ്കിലും റിപ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഉണ്ടായ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലികളില്ലേ, എലികളുടെ നല്ല ശല്യം ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ. അപ്പം എലികൾ വന്നിട്ട് ഈ ചെടിയിലൊക്കെ കടയ്ക്ക് ഇങ്ങനെ മണ്ണ് മാന്തിയിട്ട് അവരുടെ മാളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിനാണ് ഈ ചെടികളുടെ ഉള്ളിൽ വന്ന് മാന്തണമെന്നും എനിക്ക് മനസ്സിലായില്ല. വേറെ വിനോദമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ പോട്ടിനകത്ത് വന്നിട്ട് മണ്ണ് മാന്തിയേക്കാണ്. കുറേ ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും രാത്രി ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ എലിക്കുള്ള വിഷം വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതൊക്കെ ഒടിച്ചിട്ടേക്കുന്നത് കണ്ടോ. ഇതെല്ലാം അവരുടെ പണിയാണ് കേട്ടോ. ഈ ഒടിച്ച് ഈ മണ്ണ് മാന്തണതിനനുസരിച്ച് ചെടി മറിഞ്ഞ് വീഴുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ചെടികൾ മറഞ്ഞു വീണിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഇതിനകത്തൊക്കെ ഇങ്ങനെ മണ്ണ് മാന്തി വെച്ചേക്കാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ മണ്ണ് മാന്തി വെച്ചേക്കാം. എന്തിനാണ് ഇത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ നമ്മുടെ കാര്യം ചെയ്യാൻ നോക്കാം. ഞാനപ്പം മണ്ണൊന്നും മാറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ചെടിക്ക് അങ്ങനെ അത്രയും മണ്ണൊന്നും മാറ്റി റീപോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ, 6 മാസം പോലും ആയിട്ടില്ല ഈ ചെടി ഞാൻ റീപോർട്ട് ചെയ്തിട്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, കേടുവന്നു. ഇപ്പം ഇത് കണ്ടോ, ഈ ചെടി കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, വൈറ്റ് കളറിൽ ഈ ബഗ്സാണ് കേട്ടോ. ഇത് മുഴുവൻ നിറച്ച് തുരുതുരുന്നനെ ഇരിപ്പുണ്ട്.
ഇതൊന്നും നമുക്ക് റീപോർട്ട് ചെയ്യണതിൽ വെക്കാനായിട്ട് പറ്റില്ല. ഞാനിതൊക്കെ ഒടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഈസി ആയിട്ട് ഊരി പോരുന്ന ചെടിയാണ് കേട്ടോ. പെട്ടെന്ന് ഇതിനധികം ബലം കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ മണ്ണ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കും. നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നല്ല തണ്ടുകൾ മാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി ചാണകപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നാട്ടിൽ. അപ്പം അത് ഇച്ചിരി വെതറി കൊടുക്കാം. അത്രേ ചെയ്യുന്നു. ഇനിയിപ്പോൾ ഈ ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള വളങ്ങൾ, ചാണകപ്പൊടി, ചകിരിച്ചോറ് ഇതൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത് എന്നുള്ളത് ബാംഗ്ലൂരിലുള്ളവർക്കൊരു ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഞാൻ നാട്ടിൽ നിന്നാണ് കേട്ടോ ഇതൊക്കെ കൊണ്ടുവരുന്നത്. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് വാങ്ങിക്കാറുള്ളൂ. പിന്നെ വളം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. അത് DAP ആണെങ്കിലും NPK ആണെങ്കിലും ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. അത് നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടാറില്ല. പക്ഷേ ബാക്കി ചാണകപ്പൊടി, ചകിരിച്ചോറ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് എവിടെ നിന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മണ്ണുത്തി ഭാഗത്ത് പോവില്ലേ, മുക്കാട്ടുകര കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആ ഒരു ഭാഗത്ത് നമുക്ക് മണ്ണുത്തിയിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരുപാട് നഴ്സറികളും ഇതുപോലത്തെ വളങ്ങളുടെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ബേസിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങൾ കാണും. അവിടെ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാകുമ്പോൾ 5 കിലോൻ്റെ ചാണകപ്പൊടിയുടെ ഒരു ബാഗിനൊക്കെ 100 രൂപയാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ചകിരിച്ചോറാണെങ്കിലും ഏകദേശം 100 രൂപയാണ് 5 കിലോൻ്റെ ഒരു ബോക്സിനൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങുന്നതാണ് നമുക്ക് ലാഭം. ഇവിടെ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോന് തന്നെ അവർ 100 രൂപയുടെ മേലെ റേറ്റ് പറയാറുണ്ട് കേട്ടോ. 300 പറയുന്ന ആൾക്കാർ വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ 5 കിലോനൊക്കെ 800 രൂപയൊക്കെയാണ് അവർ പറയാറുള്ളത്. അപ്പോൾ അത്രയും പൈസ നമുക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരുപാട് ചെടികളുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ പോകുമ്പോൾ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലൊരു 10 മാസം കൂടുമ്പോഴെങ്കിലും ഞാൻ നാട്ടിൽ പോകുമല്ലോ. അങ്ങനെ പോകുമ്പോൾ ഞാൻ 2-3 സെറ്റായിട്ട് വാങ്ങിച്ചിട്ട് വരും. അതാണ് ഞാൻ പിന്നത്തെ ഒരു പ്രാവശ്യം പോകുന്ന വരെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ വളങ്ങളുടെയും മറ്റുള്ള കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ്. ആമസോൺ ആയിക്കോട്ടെ മറ്റെവിടെ നിന്ന് വേണമായിക്കോട്ടെ ബാംഗ്ലൂർ ഒട്ടും റീസണബിൾ അല്ല കേട്ടോ ഈ വക സാധനങ്ങൾ. പക്ഷേ നമ്മുടെ വളങ്ങളുണ്ടാവില്ലേ, DAP NPK തുടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ നമ്മൾ അത് വാങ്ങിക്കാറുണ്ട്. അതെനിക്ക് അത്രയും പ്രൈസ്ഡ് ആയിട്ട് തോന്നാറില്ല. അത് പക്ഷേ ഞാൻ ഷോപ്പിൽ പോയിട്ടാണ് മേടിക്കുന്നത്. അങ്ങനെ വർത്താനം പറഞ്ഞ് ഞാനൊരു പണിക്ക് ഇറങ്ങിയത് കൊണ്ടും വെയിലിനെ കുറേ കുറ്റം പറഞ്ഞതുകൊണ്ടുമാണെന്ന് തോന്നുന്നു നല്ല ഉഗ്ര മഴ വരുന്നുണ്ടായിരുന്നു. ആകാശമൊക്കെ അങ്ങ് ഇരുണ്ട് മൂടാനായിട്ട് തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുണ്ട് മൂടിയാൽ നമുക്ക് വീഡിയോസും അത്രയും ക്ലിയർ ഒന്നും ആയിരിക്കില്ല കേട്ടോ, ഇരുണ്ട് പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അധികം പണിക്ക് നിൽക്കണ്ട, എന്താണെങ്കിലും ഞാൻ വിചാരിച്ചതിനെ കഴിഞ്ഞും കൂടുതൽ റീപോർട്ടിങ് നടത്താനായിട്ട് എനിക്ക് പറ്റി. ഇനിയിപ്പോൾ ഇതൊക്കെ വെറുതെ നനയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം ചാണകപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ താഴത്തേക്ക് ഇറങ്ങി വന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്കും മഴയും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ അവിടെ മഴ വരുന്നത്. ബാംഗ്ലൂരിൻ്റെ പല ഭാഗത്തും മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ 6 മാസത്തിന് ശേഷമാണ് മഴ പെയ്യുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ വന്നത് മഴയും കൊണ്ടാണല്ലോ എന്നൊക്കെ തോന്നിപ്പോയി. അങ്ങനെ ഞാൻ കുളിക്കാത്ത കാരണം കൊണ്ട് കുട്ടികളാണ് വിളക്കൊക്കെ വെച്ചത്. ഒരു 7 മണി 7:15 ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കിടക്കുന്ന നേരത്ത് ഒന്ന് മേല് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നല്ല വിശപ്പായിരുന്നു. ആ സമയത്ത് നമുക്ക് ഡയറ്റും ഇല്ല, ഒരു മണ്ണാങ്കാട്ടും ഇല്ല. കുട്ടികൾ അവിടെ താഴെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, ശരത്തേട്ടൻ ഇവിടെ കഴിക്കുന്നുണ്ട്. എൻ്റെ വയറ് കത്തിയിട്ട് പാടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.